ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മുഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. നമുക്ക് കോഴിയിറച്ചി ഒന്ന് പൊരിച്ച് നമുക്ക് ബിരിയാണി തയ്യാറാക്കാൻ കേട്ടോ. നല്ല അടിപൊളി മണവും ടേസ്റ്റും ഒക്കെയാണ് നമ്മൾ കോഴിയിറച്ചി ഒന്ന് പൊരിച്ച് ബിരിയാണി തയ്യാറാക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ബിരിയാണി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടി 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി ട്രെയിൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമുക്ക് ചിക്കനിലോട്ട് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്തൊന്ന് മസാല നമുക്കൊന്ന് പുരട്ടിയെടുക്കാം കേട്ടോ. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 സ്പൂൺ മല്ലിപ്പൊടിയും, 1/4 ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പും 1 നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് നന്നായി തന്നെ നമുക്കൊന്ന് അരപ്പൊന്ന് പുരട്ടിയെടുക്കാം കേട്ടോ. കൈകൊണ്ട് നന്നായി തന്നെ നമുക്കൊന്ന് നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പൊടികളൊക്കെ എത്തുന്നത് വരെ നമുക്ക് നന്നായി തന്നെ കൈകൊണ്ട് നമ്മുടെ ചിക്കനിൽ മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം. ഞാനിവിടെ നമ്മുടെ ചിക്കനൊക്കെ നന്നായി തന്നെ പൊടികളൊക്കെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 3 സവാള സ്ലൈസ് ചെയ്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയൊക്കെ ഞാൻ വൃത്തിയാക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്കൊരു ചീനിച്ചട്ടി വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ നമ്മൾ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ചെറിയ ഉള്ളി കുറച്ച് ഒരു 5-6 ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൊരിച്ച് നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതൊരു ബൗളിലോട്ട് നമുക്ക് കോരിയെടുക്കാം. നമ്മൾ ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി ഫ്ലെയിം ഓൺ ചെയ്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചിക്കൻ വറുത്തെടുക്കുന്നതിന് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ തേച്ച് വെച്ച ചിക്കൻ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ്റെ ഒരു സൈഡൊക്കെ ഇവിടെ നന്നായി തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ പൊരിച്ചൊക്കെ ബിരിയാണി വയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു മണമൊക്കെയാണ്. നമുക്ക് ഇതിൻ്റെ 2 ഭാഗവും മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്തൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലോട്ട് 2 സ്പൂൺ ഗീയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലോട്ട് കോരിയെടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പൂ, പട്ട, ഏലക്ക, കറയാമ്പൂ, വലിയ ജീരകവും കൂടി ഞാനൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ക്രഷ് ചെയ്തെടുത്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ വറുത്ത് കോരിയ ബാലൻസ് വന്ന വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 3 നല്ല മീഡിയം സൈസ് തക്കാളി, നല്ല പഴുത്ത തക്കാളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. നമ്മുടെ തക്കാളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. 2 കൈപ്പിടി ഉള്ളി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ പൊരിച്ചെടുത്ത ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി ഞാനൊരു 1/2 മണിക്കൂർ ചെറിയ ഫ്ലെയിമിലൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി നമുക്ക് ട്രെയിൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഞാൻ നന്നായി തന്നെ ഒന്ന് നമ്മുടെ റൈസൊക്കെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ റൈസൊക്കെ പാകത്തിന് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു കടായി എടുത്ത് നമ്മൾ വേവിച്ചെടുത്ത റൈസ് ചേർത്ത് കൊടുക്കാം.
ഇതിലോട്ട് നമ്മൾ പൊരിച്ചെടുത്ത ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു നാരങ്ങയും കൂടി ഒന്ന് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ആവശ്യത്തിന് ഗീയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ദമ്മിടുന്നതിന് ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ കടായിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ പാലും മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് കലക്കിയത്, നമ്മൾ റൈസിൽ കളറൊന്നും ചേർക്കാത്തത് കൊണ്ട് നമുക്ക് കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി പാലും കൂടി ഒന്ന് കലക്കുകയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പൊരിച്ചെടുത്ത നമ്മുടെ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ചിക്കനൊക്കെ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള റൈസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് റൈസും ചിക്കനും ഒക്കെ ചേർക്കണം, എങ്കിൽ പെട്ടെന്ന് ദമ്മാവുള്ളൂ കേട്ടോ. റൈസൊക്കെ ഒന്ന് നിരത്തിയിട്ടതിന് ശേഷം ഞാൻ ഇതിലോട്ട് ആവശ്യത്തിന് ഗീയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പാലും മഞ്ഞളും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊരിച്ചെടുത്ത ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയും പുതിനയിലയൊന്നും എൻ്റെ കയ്യിലില്ല, അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നാലും നമ്മുടെ ബിരിയാണി നല്ല ഫ്ലേവറാണ് കേട്ടോ, നല്ല അടിപൊളി മണമാണ്. ഞാനിവിടെ അലുമിനിയം ഫോയിൽ കൊണ്ട് ഒന്ന് നന്നായി ടൈറ്റ് ചെയ്ത് അടച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി തന്നെ ഞാൻ ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി നമുക്കൊന്ന് നന്നായി തന്നെ ഒന്ന് പൊതിഞ്ഞ് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ ദമ്മാവാൻ വേണ്ടി വെക്കാം കേട്ടോ. നല്ല ചൂട് റൈസും ചിക്കനും ഒക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ബിരിയാണി നല്ല ദമ്മായി വരും. നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ആവിയൊക്കെ വന്ന് നല്ല സൂപ്പർ മണമാണ് കേട്ടോ. നമ്മുടെ ഗീയുടെയും ആ പൊരിച്ച കോഴിയുടെയൊക്കെ മണം നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എന്തായാലും നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ്. ഞാൻ ഇതിൽ പ്രത്യേകിച്ച് ഫ്ലേവറിന് വേണ്ടി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നല്ല അടിപൊളി ബിരിയാണി ഞാൻ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമുക്കിതൊരു ബൗളിലോട്ട് പ്ലേറ്റിലോട്ട് കോരിയെടുക്കാം കേട്ടോ. എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്.